ഡോക്ടർ കല്യാണിക്ക് പോ. ഡോണ്ട് വറി മിസ്റ്റർ ആനന്ദ്, നിങ്ങളുടെ വൈഫിന് ബോധം തിരിച്ചു കിട്ടി. നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പോ നമ്പൂതിരി ജോത്സ്യൻ മരണം നടക്കുമെന്ന് പറഞ്ഞത് ആരുടെയാ? ഇനി ഒന്നുകൂടെ ഹാർട്ട് അറ്റാക്ക് വന്ന് ശിവരാമേട്ടൻ ചാവോന്നായിരിക്കൂ. ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്റെ കല്യാണിയെ? ഷുവർ, വൈഫിനെ കയറി കാണാം. മറ്റുള്ളവർക്കൊക്കെ അല്പം കഴിഞ്ഞു കാണാം. ഇപ്പം തന്നെ പേഷ്യന്റിനെ ഐസിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റാൻ പറയാം. ബോധം വീണ് കിട്ടിയ സ്ഥിതിക്ക് പേഷ്യന്റിനെ ഐസിയുവിൽ കിടക്കേണ്ട കാര്യമില്ല. ശരി ഡോക്ടർ. ആനന്ദ്, ഒരുപാട് മെന്റൽ സ്ട്രെയിൻ കൊടുക്കേണ്ട കാര്യമില്ല. പേഷ്യന്റ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നോക്ക്. പിന്നൊരു കാര്യം. ഡോക്ടർ, എന്താ ഡോക്ടർ ഇതൊക്കെ? ആനന്ദിനെ കല്യാണി തിരിച്ചറിയുന്നുണ്ടോന്നോ? എന്ന് വെച്ചാ അവൾക്ക് പഴയതൊന്നും ഓർക്കാൻ പറ്റുന്നില്ലെന്നാണോ? അപ്പോ ഈ ദാസേട്ടനെ അനിയൻകുട്ടനെയൊന്നും കല്യാണി ഇനി തിരിച്ചറിയില്ലെന്നാണോ? ഏയ്, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പേഷ്യന്റ് ഏകദേശം കോമ സ്റ്റേജ് വരെ എത്തിയിട്ടാണ് ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. നിങ്ങളൊക്കെ പേഷ്യന്റ് തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്ക് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ശരിയാണ്. ബ്രോ ചെല്ലേ. അരവിന്ദ്, അരവിന്ദ്, സമാധാനായി. ഹലോ ആന്റി, എന്തായി? പോസ്റ്റ്മോർട്ടത്തിന് കേറ്റിയോ അടുക്കളക്കാരിയെ? അത് പറയാനാ ഞാൻ വിളിച്ചത്. അവള് നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു പ്രിയങ്കെ. പൂർവാധികം ആരോഗ്യത്തോടെ അവളിപ്പോ ഐസിയുൽ നിന്നും റൂമിലേക്ക് വന്നു. അവനിപ്പോ അവക്ക് റൂമില് കാവലിരിക്കുക. ആന്റി പറയുമ്പോഴും അവൾ അത്ര വേഗം ചത്ത് ശല്യമൊഴിയില്ലാന്ന് എനിക്കറിയാമായിരുന്നു. ആമയുടെ ആയുസ് അവക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും പ്രിയങ്കെ? അവളെ വെള്ള പുതപ്പിച്ച് കിടത്താൻ കൊതിച്ച ഞാൻ തന്നെ അവളെ നിലവിളക്കേന്തി എതിരേൽക്കേണ്ടി വരുമെന്നായി എനിക്കിപ്പോ സംശയം. അതൊരിക്കലും സംഭവിക്കില്ല ആന്റി. വിലാസിനെ ആന്റിയോളം വരില്ലെങ്കിലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ അടുത്തു നിന്ന് അറിയുന്നവളാ ഞാൻ. ആ അഖിലാണ്ടേശ്വരി ഒരിക്കലും തൃച്ചംബരത്ത് എച്ചിൽ പാത്രം കഴുകുന്ന വെറും ഒരു അടുക്കളക്കാരിയെ മൂത്ത മരുമകളായി അംഗീകരിക്കാൻ പോകുന്നില്ല. ആന്റി കേട്ടിട്ടില്ലേ, പല രാജ്യങ്ങളെയും തകർക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ ആക്രമണമല്ല, ആഭ്യന്തര യുദ്ധങ്ങളാണ്. തൃച്ചംബരം സ്വയം തകർന്നടിയാൻ പോകുന്ന ആഭ്യന്തര യുദ്ധത്തിന് വേദിയായി കഴിഞ്ഞു. അതിൽ അമ്മയും മകനും ഏറ്റുമുട്ടും. ഒന്നൊന്നായി തകർന്നടിയും തൃച്ചംബരം. ഇത് കേട്ടപ്പോ ഉള്ളിലൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഇനി അധിക നേരം ഇവിടെ നിന്ന് എന്റെ പ്രഷർ കൂട്ടുന്നില്ല. നീ ഫോൺ വെച്ചു. ശരി ആന്റി. ആ, ഒരു കാര്യം ആന്റി ഓർത്തോ, തൃച്ചംബരത്ത് അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങി. ഇനി അധികം വൈകാതെ അത് പൊട്ടിത്തെറിക്കും. ശരി.
വന്നില്ലേ? അച്ഛൻ ഡോക്ടറെ അടുത്തേക്ക് പോയിരിക്കും. നിനക്ക് ബോധം വന്നു എന്ന് ഡോക്ടർ വന്ന് പറഞ്ഞപ്പോ അച്ഛനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിശദമായിട്ട് ചോദിച്ചറിയാൻ പോയിരിക്കെ. പക്ഷേ ഞാൻ അഖില മേഡത്തിന്റെ ശബ്ദം കേട്ടിരുന്നല്ലോ. അത് അമ്മ വന്നിരുന്നു കല്യാണി. ഐസിയില് നിന്നെ വന്ന് കണ്ടിട്ടാ പോയത്. അതേ മോളെ, മാഡം നിന്നെ വന്ന് കണ്ടിട്ട് പോയതിനു ശേഷമാണ് നിനക്ക് ബോധം വീണത്. കല്യാണി, ഡോക്ടർ പറഞ്ഞു ഇനി പേടിക്കാനൊന്നുമില്ല. നന്നായി റെസ്റ്റ് എടുക്കണം കല്യാണി. ആനന്ദ്, നീ ഞങ്ങളെല്ലാം വല്ലാണ്ട് പേടിപ്പിച്ചു കളഞ്ഞല്ലോ കല്യാണി. അച്ഛാ, ആനന്ദ്, നിന്നോടൊരു പ്രധാന കാര്യം ചോദിക്കാനാ ഞാനിപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എന്താ നിന്റെ തീരുമാനം? അച്ഛാ, അതെ, ഇനി എന്തെന്ന്? കല്യാണി അപകടനില തരണം ചെയ്തിരിക്കുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടറും പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ അഖിലയോട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പറയണ്ടെന്ന്. നീ അത് കേട്ടില്ല. ഇല്ല ചാ, ഇനിയും വൈകിയ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ പറയാം. ഇനി എന്താ നിന്റെ തീരുമാനം? അതും പുതിയൊരു പ്രശ്നം തന്നെയല്ലേ? എന്താണ്? നിനക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ലല്ലേ? സാധിക്കില്ല, എനിക്കതറിയാം. എങ്കിൽ ഞാൻ പറയാം. ഇതിനുത്തരം നൽകാൻ ഒരാൾക്കേ കഴിയും. ഒരേ ഒരാൾക്ക്, അഖില. നീ ചെന്ന് അമ്മയൊന്ന് കാണും. അച്ഛാ, അത് അവൾക്ക് ഇതിനൊരു ഉത്തരം നൽകാൻ പറ്റും. ചെല്ല്. നിന്റെ അമ്മ എടുക്കുന്ന തീരുമാനമായിരിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം. അതറിഞ്ഞിട്ടേ നീ ഒരു തീരുമാനമെടുക്കാവൂ. ചെല്ലുമോനെ. നിന്നെ അഭിമുഖീകരിക്കാൻ അഖില വിമുഖത കാട്ടിയെന്ന് വരും. അത് സാരമാക്കണ്ട. കാരണം നീ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ശരി അച്ഛാ. ആ ആനന്ദ്, എന്ത് പ്രകോപനം ഉണ്ടായാലും അവൾ നിന്റെ അമ്മയാണെന്ന കാര്യം ഓർമ്മ വേണം. ഏതായാലും അറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി വേണ്ടത് അനുസരണയാണ്. ചെല്ല്. അമ്മേ, അമ്മേ, അമ്മേ,
നിനക്ക് എന്നെ വേണോ അതോ എച്ചിൽ പാത്രം കഴുകുന്ന അടുക്കളക്കാരി വേണോ? ഒരു പെണ്ണിനെ താലി കെട്ടിയിട്ട് അവളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ വയറ്റിൽ വളർന്ന തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ നട്ടലില്ലാത്തവനാണെന്ന് ലോകം പഴിക്കുമേ. ആരാ? എന്താ ചെവി കേട്ടൂടെ? ആരാണെന്നാ ചോദിച്ചത്. എനിക്ക് ചെവി കേൾക്കാം. കണ്ണുപിടിക്കാത്തത് അമ്മയ്ക്കാണെന്ന് തോന്നുന്നു. എന്റെ പേര് ആനന്ദകൃഷ്ണൻ. തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെയും അഖിലാണ്ടേശ്വരിയുടെയും. നോ, യു ആർ മിസ്റ്റേക്കൺ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് അങ്ങനെ ഒരു മകനില്ല. അമ്മേ, അപ്പൊ ഞാൻ ഹൂ നോസ്? അവന്റെ പ്രേതമായിരിക്കും. മാതാപിതാക്കളെ ചതിക്കുന്നവർ ചത്തുകഴിഞ്ഞാൽ ഗതി കിട്ടാതെ അലയൊന്നാണ് കേട്ടിട്ടുള്ളത്. ഈ 7-14 ലോകത്തിലും സ്ഥാനം ഉണ്ടാവില്ല ആ പാപികൾക്ക്. അമ്മേ, Just shut up and listen. ഇന്ന് പകൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ നിനക്ക് 2 ചോയ്സ് തന്നിരുന്നു. ഒന്നുകിൽ അഖില, അല്ലെങ്കിൽ കല്യാണി. നീ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. അതിനർത്ഥം ഒന്നാമത്തേതിനെ ഉപേക്ഷിച്ചു എന്ന്. ഒരിക്കലുമില്ല. ഈ കണക്കുകളൊക്കെ അമ്മ സങ്കല്പിക്കുന്നത് മാത്രമാണ്. സങ്കല്പമല്ല, യാഥാർത്ഥ്യം. See, I told you already. You are dead. You are no more in my mind. തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ എന്നൊരു അമ്മ മകൻ ഉണ്ടായിരുന്നു. അവൻ ഇന്നില്ല. എന്നെ ഉപേക്ഷിച്ചവനെ ഞാനും ഉപേക്ഷിക്കുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. Just like that. ശരി, ഞാൻ വന്നതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു സദുദ്ദേശം. പക്ഷെ ഇനി അത് നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഇറങ്ങ. ഒന്നു മാത്രം ഓർത്തോളൂ, ഞാനൊരാളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതും സത്യമാണ്. അമ്മ മകനെ അമ്മയെ അറിയിക്കാതെ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുന്നു. സംഭവിച്ചു പോയി. ഭൂതകാലത്തെ തിരുത്താൻ അറിയാത്തൊരു പാവ മനുഷ്യനാ ഞാൻ. അത് തിരുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കല്യാണിയും അമ്മയെ പോലൊരു സ്ത്രീയാ. ഞാൻ കാരണം അവൾക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല. അഖിലാണ്ടേശ്വരിക്ക് മൂത്ത മകൻ മരിച്ച് മണ്ണടിഞ്ഞെങ്കിൽ ഇളയ മകൻ കൈപിടിച്ച് നടത്താനുണ്ടാവും.
കല്യാണിക്കതില്ല. അവിടെ ഞാനുണ്ടാവണം, ഉണ്ടാവും. കാരണം അഖിലാണ്ടേശ്വരിക്ക് മകനെ കൊല്ലാം. പക്ഷെ കല്യാണിക്കതിന് കഴിയില്ല. ആനന്ദ് അവളുടെ ഭർത്താവാ. അഖിലാണ്ടേശ്വരിക്ക് ശിവരാമകൃഷ്ണൻ എങ്ങനെയാണോ അതേ സ്ഥാനമുള്ള മനുഷ്യൻ. അന്ന് അച്ഛനൊരു നെഞ്ചുവേദന വന്നപ്പോ അസ്തമിക്കും പോലെ അമ്മ സ്തംഭിച്ചു നിന്നില്ലേ? ആ വികാരം കല്യാണിക്ക് ഉണ്ടാവും അമ്മേ. എന്നെ കൊന്നപ്പോ അതാ അമ്മ മറന്നുപോയത്. ഇനി എനിക്കൊന്നും പറയാനില്ല. മരിച്ചവര് വർത്തമാനം പറയാറില്ലമ്മേ. ആരും കാണാതെയും കേൾക്കാതെ കരച്ചിലടക്കാറേ ഉള്ളൂ. ഞാൻ പോവാ. എല്ലാം കേട്ടല്ലോ. എനിക്ക് നിറഞ്ഞു. അച്ഛനോ? മോനെ, അതവിടെ വളരെ ഇമോഷണലായിട്ട് അത് നീ ഇമോഷൻസ് അമ്മമാർക്കേ പാടുള്ളൂ അച്ഛ. മക്കൾക്കത് പാടില്ലേ? ഒരൊറ്റ ചോദ്യം എനിക്കുള്ളൂ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് മകൻ മരിച്ചു. അച്ഛനോ? എന്തു പറയുന്നു? ഒരിക്കലുമില്ല. എനിക്ക് എന്റെ മകനെന്റെ ഹീറോ ആണ്. ഹീറോകൾ മരിക്കാറില്ല, എന്നും ജീവിച്ചിരിക്കും. എവിടെ? അനികൂട്ട, നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന? ഒന്നുമില്ല വല്ലുഞ്ഞ്. അച്ഛൻ ചേച്ചിക്ക് ഫുഡ് വാങ്ങാൻ പോയിട്ട് കുറച്ചു നേരമായി. ഏതായാലും വല്ലുഞ്ഞ് വന്നില്ലേ, ഞാനിന്ന് പോയി അച്ഛനെ നോക്കിയിട്ട് വരാം. ചെല്ല. വല്ലുഞ്ഞ് എവിടെയായിരുന്നു ഇത്രയും നേരം? പുറത്തുണ്ടായിരുന്നു കല്യാണി. കല്യാണി,
ഞാൻ നിന്നോട് ഓഡിറ്റോറിയത്തിലേക്ക് വരണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് വന്നതും പോരാഞ്ഞിട്ട് അവളും. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിനക്കറിയോ, ഡോക്ടർ വന്ന് നീ കണ്ണു തുറന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നോട് ക്ഷമിക്കുമല്ലോ എന്നെ. ഞാൻ കാരണം അമ്മയും മകനും പിരിയരുതെന്ന് കരുതി. അപ്പൊ തോന്നിയൊരു വിവരക്കേടാ. വിവരക്കേട്? നീ പോയാ പിന്നെ എന്റെ അവസ്ഥ എന്താവുമെന്ന് നീ എന്താ ചിന്തിക്കാത്തത്? മാഡം. എന്ത് മാഡം? അപ്പൊ ഞാനോ? ശരി, ഇനി നിനക്ക് എപ്പ ചാവണോന്ന് തോന്നോ അപ്പൊ എന്നോട് കൂടി ഒന്ന് പറയണം. നമുക്ക് ഒരുമിച്ചങ്ങ് മരിക്കാം. എന്ത് പറയുന്നു? ഒന്നങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ. ഒരുമിച്ച് മരിക്കാനാണ് പോലും. ഒരുമിച്ച് മരിക്കാനല്ല ഈ കഷ്ടപ്പെടുവൊക്കെ, ഒരുമിച്ച് ജീവിക്കാനാ. എല്ലാരും പറയും മരിക്കാൻ ധൈര്യം വേണമെന്ന്. പക്ഷെ മരിക്കാനല്ല, ജീവിക്കാനാ ധൈര്യം വേണ്ടത്. പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ ഒരു പ്രണയം ഇന്നുവരെ വിജയിച്ചിട്ടില്ല കല്യാണി. നീ എന്താ വിചാരിച്ചത്? ഒരു അടുക്കളക്കാരി പെണ്ണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകനെ പ്രണയിച്ച അഖിലാണ്ടേശ്വരി നിലവിളക്കെടുത്തങ്ങ് സ്വീകരിക്കുന്നു. പ്രശ്നങ്ങളെ അതിജീവിക്കണം. ഈ സന്തോഷം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് കിട്ടുന്നൊന്നുമല്ല. സോറി വല്യുഞ്ഞ. മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ഞാനുമായിട്ടുള്ള ബന്ധം നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അല്ലേ? എന്തൊക്കെയാ വല്യുഞ്ഞി പറയുന്നത്? ഞാൻ ക്ഷമ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം അതല്ല. എന്തിന് ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് നീ മരിക്കാൻ ശ്രമിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. നിന്റെ താലി എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ കഴുത്തിൽ ഞാൻ അണിയിച്ച താലിമാല എവിടെയെന്ന്? അത് വല്യുഞ്ഞെ, ഓഡിറ്റോറിയത്തിലെ ക്ലീനിംഗ് സ്റ്റാഫ് ബില്ല് സെറ്റിൽ ചെയ്യാൻ പോയ അരവിന്ദിനെ ഏൽപ്പിച്ചത്. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യണം? ഇനി ഇതെപ്പോഴെങ്കിലും ഊരി എറിയണമെന്ന് തോന്നിയ എന്നെ ഏൽപ്പിക്കണം. കാരണം എനിക്കിത് ജീവനോളം വിലപ്പെട്ടതാ. എല്ലാം മറക്കാതെ എടുത്തു വെച്ചോളാം കേട്ടാ.
ആ അച്ചു. അതാ ബാഗിൽ വെക്കണേ. ആ കല്യാണി, ബില്ലൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി അധികം വൈകിക്കണ്ട കല്യാണി. ശിവരാം സാറിനെയും അനിയും കുഞ്ഞിനും കണ്ടില്ലല്ലോ. അവര് ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വരും. നമ്മളിനി എങ്ങോട്ടാ കുഞ്ഞ്? ഇനി ഏതായാലും തൃച്ചംബരത്തേക്കില്ല. പിന്നെ എങ്ങോട്ട് പോകും വലിയ കുഞ്ഞ്? ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാം. എന്നിട്ട് തീരുമാനിക്കാം എങ്ങോട്ടാ പോണ്ടേന്ന്. ഈ ബില്ലുകൂടി ബാഗിലേക്ക് വെച്ചേക്ക്. ശരി. ആ, രാവിലത്തെ ഗുളിയൊക്കെ കഴിച്ചായിരുന്നോ കല്യാണി? എന്തുപറ്റി ദാസ്? മുഖത്തൊരു വിഷമം പോലെ. എന്തിനാ ഇനി വിഷമിക്കുന്നത്? കല്യാണിക്ക് ഇനി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അതേ ദാസിട്ടാ, ഡോക്ടർ പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞല്ലേ? അതല്ല പ്രശ്നം. ഇനി ഇവിടെ നിന്ന് അവർ എങ്ങോട്ട് പോകും? തൃച്ചംബരത്തേക്കില്ലെന്നാ വലിയ കുഞ്ഞു പറയുന്നത്. എനിക്ക് പേടിയാകുന്നു സാർ. ദാസ്വാ, ഇപ്പോ ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല വല്യുഞ്ഞെ, ഒരുപാട് വെള്ളം കുടിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, നമ്മളെ കുറെ വെള്ളം കുടിപ്പിച്ചല്ലേ. ഇനി ചേച്ചി കുടിക്ക് കുറച്ച് വെള്ളം. ദേനികൂട്ടാ, നിങ്ങൾ തൃച്ചംബരത്തേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു? ബ്രോ, ഇപ്പൊ വീട്ടിൽ പോകുന്നതിന് എന്താ പ്രശ്നം? എനിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ ആഗ്രഹം അതാ. പക്ഷേ ഈ അവസ്ഥയില് അമ്മ അത് അനുവദിക്കില്ല. ആനന്ദ്, നീ കരുതുന്ന പോലെ വേണ്ട അച്ഛാ, അച്ഛനും എല്ലാം അറിയാവുന്നതല്ലേ. ഞാൻ ഇനി തൃച്ചംബരത്തേക്ക് വന്നാൽ ശരിയാവില്ല. ബ്രോ, എന്താ ഇത്? ബ്രോ കരുതുന്ന പോലെ അമ്മയ്ക്ക് ബ്രോയുടെ ദേഷ്യമൊന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ കല്യാണി കാണാൻ വരുമായിരുന്നോ? അത് മാത്രോ? കല്യാണ മണ്ഡപത്തിന് കല്യാണിക്ക് ബോധമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോഴേ ഈ നിൽക്കുന്ന അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത് അമ്മേ. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയുടെ മനസ്സിൽ കല്യാണിയോടും ബ്രോയോടും ഇത്ര വലിയ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ കാണാൻ വരുമായിരുന്നു. അതൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ വന്ന അമ്മ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതല്ലേ പോയത്. അതിന്റെ അർത്ഥം അമ്മയ്ക്ക് ഇങ്ങനൊരു മകനില്ലെന്നല്ലേ? ഒരമ്മ എന്ന നിലയിൽ അഖിലയ്ക്ക് നിന്നോട് ദേഷ്യം ഉണ്ടാകാം. നിന്റെ വിവാഹത്തെയും ജീവിതത്തെ പറ്റിയും ഏതൊരു അമ്മയും പോലെ അവൾക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു. അത് നടക്കാതെ വരുമ്പോൾ വിഷമവും ദേഷ്യമൊക്കെ തോന്നും. അത് സ്വാഭാവികം. എന്ന് കരുതി അഖിലയ്ക്ക് നിന്നോട് തീരാത്ത പകയൊന്നുമില്ല ആനന്ദ്. നിന്നെ പിരിഞ്ഞിരിക്കാൻ അമ്മയ്ക്കാവോ? അതെന്താ നീ ഓർക്കാത്തത്? അച്ഛൻ പറഞ്ഞ ശരിയാ ബ്രോ. ബ്രോയെ പിരിഞ്ഞിരിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ. ബ്രോയും കല്യാണി തൃച്ചംബരത്തേക്ക് തന്നെ വരണം. ബ്രോ ഇല്ലാത്ത തൃച്ചംബരത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാനിത് ആലോചിച്ചെടുത്ത തീരുമാനമാ. അമ്മയോട്
ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അത് അമ്മ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോ അത് പതുക്കെ മറക്കാൻ അമ്മയ്ക്ക് കഴിയുമായിരിക്കും. പക്ഷെ അതുവരെ ഞാൻ കല്യാണിയുമായി തൃച്ചംബരത്ത് താമസിക്കുന്നത് ശരിയല്ല. ഒന്ന് വരാമോ? എന്താ കല്യാണി? വലിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. വല്യുഞ്ഞ എപ്പോഴും പറയാറില്ലേ അമ്മയും ഞാനും വല്യുഞ്ഞിന്റെ 2 കണ്ണുകൾ പോലെയാണെന്ന്. അതുപോലെ എന്റെയും 2 കണ്ണുകളാ അഖിലാമ്മയുടെയും വല്യുഞ്ഞും. ആ കണ്ണുകൾ പിരിഞ്ഞ് ദൂരേക്ക് മാറാനുള്ളതല്ല. പ്ലീസ് വല്യുഞ്ഞെ, നമുക്ക് തൃച്ചംബരത്തേക്ക് തന്നെ പോവാം. അമ്മ എതിർപ്പ് പറയുകയാണെങ്കിൽ മാത്രം മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. അമ്മയും മകനെയും തല്ലിപ്പിരിച്ചവളെന്ന പഴികൂടി എനിക്കിനി ചുമക്കാൻ വയ്യ.